For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കാറിൽ റേപ്പ് കൊട്ടേഷൻ ഇരയായ നടിയെക്കുറിച്ച് മംഗളം ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്തയ്ക്കെതിരെ കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി. ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കേരളത്തിലെ പല മാധ്യമങ്ങളുടെയും നിലപാടുകൾ തെറ്റാണെന്ന് വനിതാ മാധ്യമ പ്രവർത്തകർ പരാതിയിൽ പറയുന്നു. ഇക്കാര്യത്തിൽ എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും നൽകണമെന്നാണ് പരാതിയിലെ മുഖ്യ ആവശ്യം. ലൈംഗിക അതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകർ പാലിക്കേണ്ട നിയമങ്ങളും വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് പരാതി തയ്യാറാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ സിനിമാ നടിക്കെതിരെ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട തീർത്തും അനാവശ്യമായ വിവരണങ്ങൾ അടങ്ങിയ ഒരു വാർത്ത സംപ്രേഷണം ചെയ്ത് പിന്നീട് അത് ചർച്ചയാക്കി മാറ്റിയത് പരാതിക്കാരിയുടെ സ്വകാര്യതയ്ക്ക് മേലുള്ള അതിക്രൂരമായ കടന്നുകയറ്റമാണെന്ന് വനിതാ മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം വിമർശിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അടിസ്ഥാന അവകാശത്തിന്റെ നഗ്നമായ ലംഘനമായിരുന്നു അതെന്നും പരാതിയിൽ പറയുന്നു. വനിതാ മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പരാതി ഇപ്രകാരമാണ്. ഇതിനകം തന്നെ ശാരീരികവും മാനസികവുമായ പീഡനം അനുഭവിച്ച ഇരയെ വീണ്ടും ക്രൂശിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ലൈംഗിക അതിക്രമ കേസുകളുടെ റിപ്പോർട്ടിംഗിൽ മാധ്യമങ്ങൾ ജാഗ്രതക്കുറവ് കാണിക്കുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് ഇന്നത്തെ സാഹചര്യത്തിന് അനുയോജ്യമായ പുതിയ മാർഗനിർദ്ദേശങ്ങൾ വേണം എന്നാണ് വനിതാ മാധ്യമ പ്രവർത്തകരായ തങ്ങളുടെ അപേക്ഷ. മന്ത്രി AK ശശീന്ദ്രനെതിരെ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴും വനിതാ മാധ്യമ പ്രവർത്തകർ മംഗളത്തിനെതിരെ സമരം ചെയ്തിരുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് മംഗളം നൽകിയ വാർത്ത എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയല്ലേ അത്? പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.